നമസ്കാരം ഡോക്ടർ നൈ പുതിയ ഒരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. കേരളത്തിലെ സ്ഥിരം ജോലിയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് മാനേജർ ഫോർഡർ ഡെവലപ്മെന്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 5 ഒഴിവുകളുണ്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ചെയ്യുക, കാര്യം മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡിലാണ് ഈ വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് സ്ഥിര നിയമനമാണ്, കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അസിസ്റ്റന്റ് മാനേജർ ഫോർഡർ ഡെവലപ്മെന്റ് എന്ന പോസ്റ്റിലേക്കാണ് നിയമനം. 5 ഒഴിവുകളാണുള്ളത്. 36 വയസ്സാണ് ഉയർന്ന പ്രായപരിധി എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. SC കാരായിട്ടുള്ളവർക്കും അതുപോലെ OBC നോൺ ക്രിമിനലുള്ളവർക്കും ഉയർന്ന പ്രായപരിധിയുള്ള ഇവിടെയും ബാധകമായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 42,500 മുതൽ 87,000 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. ഇത് പ്രീ റിവൈസ്ഡ് ആണ്. ശമ്പളം റിവൈസ്ഡ് സ്കെയിൽ വേറെയാണ്. പക്ഷെ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ സയൻസിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. സ്ഥിര നിയമനമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. പ്രായം 18 മുതൽ 36 വയസ്സ്. അത് 1/2/2025 അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ശമ്പള സ്കെയിൽ ഞാൻ പറഞ്ഞു 42,500 മുതൽ 87,000 എന്നുള്ളതാണ്. അതോടൊപ്പം ബേസിക് പേയോടൊപ്പം DA, HRA, അതുപോലെ CCA, മറ്റ് സൂപ്പർഅനുവേഷൻ ബെനിഫിറ്റ്സ്, EPF, ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെന്റ്, ആ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ വിവിധ ഫാം യൂണിറ്റുകളിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ 5 വർഷത്തേക്ക് ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ്, ഒരു ബോണ്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ എന്തെങ്കിലും കാശ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, 5 വർഷം വർക്ക് ചെയ്യാതെ സർവീസിൽ നിന്ന് നിങ്ങൾ വിട്ടുപോവുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വിത്ത് ഇൻട്രസ്റ്റ് കൊടുക്കാമെന്നുള്ള ഒരു ബോണ്ട് നമ്മൾ നേരത്തെ തന്നെ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2025 മാർച്ച് 31 എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇവിടെയും കാൻഡിഡേറ്റ്സുള്ള റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ ഇവിടെയും ലഭിക്കുന്നതായിരിക്കും. SC കാരായുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. OBC കാര്യങ്ങളിൽ അവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എന്നാൽ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ജനറൽ ആയിട്ട് കണ്ടീഷൻ ഇന്ത്യൻ നാഷണൽസിലുള്ള മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 1/2/2025 അടിസ്ഥാനമാക്കിയാണ്. അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഫുള്ളി എലിജിബിൾ ആണെങ്കിൽ മാത്രം അപേക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സെർവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ജോലിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ NOC ഉൾപ്പെടെ ഹാജരാക്കണം. ഇന്റർവ്യൂവിന്റെ സമയത്ത് ഹാജരാക്കേണ്ടി വരും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ് ആയ www.lifestock.kerala.gov.in എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ട്. ഈ സൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അപ്പോൾ ആ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് വേണം അയക്കുവാനായിട്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. പ്രിസ്ക്രൈബ് ഫോർമാറ്റിൽ തന്നെ അയക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അത് ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നോട്ടിഫിക്കേഷന് ശേഷം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പോസ്റ്റിൽ വേണം ഇത് അയക്കാനായിട്ട്. പോസ്റ്റിൽ അയക്കുമ്പോൾ നമ്മൾ അയക്കുന്ന കവറിന് പുറത്ത് ഏത് പോസ്റ്റിലേക്കാണെന്ന് സ്പെസിഫൈ ചെയ്ത് കാണിച്ചിരിക്കണം എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതിൽ അപേക്ഷാ ഫീസ് ഉണ്ട്. SC കാരായിട്ടുള്ളവർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും 1,770 രൂപയാണ് GST ഉൾപ്പെടെ അപേക്ഷാ ഫീസ് എന്ന കാര്യം മനസ്സിലാക്കുക. അത് നിങ്ങൾ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ പേരിൽ DD ആയിട്ട് തിരുവനന്തപുരത്ത് മാറ്റാൻ DD ആയിട്ട് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ പട്ടം ബ്രാഞ്ചിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. 5700928850 എന്നുള്ളതിൽ ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. IFSC കോഡും കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതിയാവും. അല്ലെങ്കിൽ UPI അനുസരിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ DD ആണെങ്കിൽ DD പേയ്മെന്റ് സ്ലിപ്പിന്റെ പുറത്ത് നിങ്ങളുടെ പേരും അഡ്രസ്സും എഴുതാമെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത ശേഷം അയക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡ്, ഗോകുലം, പട്ടം, തിരുവനന്തപുരം, കേരള 695004 എന്ന അഡ്രസ്സ് വേണം അയക്കുവാനായിട്ടുള്ളത്. 2025 മാർച്ച് 31 മുമ്പ് വേണം അയക്കാൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കണം. ബാക്കി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് അത് വേണം നിങ്ങൾ സർട്ടിഫിക്കറ്റ് കോപ്പി സഹിതം അയക്കുവാനെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കോപ്പികൾ അയച്ചാൽ മതിയാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. 2025 മാർച്ച് 31 അവസാന തീയതി ഒന്നുകൂടെ പറയുന്നു. ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് വേണം പോസ്റ്റിൽ അയക്കാനായിട്ടുള്ളത്. താങ്ക് യു.